എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അടുത്ത് നിൽക്കുന്നവരെങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് നിൽക്കേണ്ട, മറിച്ച് നിനക്കെങ്ങനെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകുന്നത് അതുപോലെ പ്രാർത്ഥിക്കണേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോളൂ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനമെടുക്കുക. നമ്മുടെ പ്രാർത്ഥന ഉയരുന്നതനുസരിച്ച്, സ്തുതി, ആരാധന, നന്ദി ഉയരുന്നതനുസരിച്ച് വലിയ രക്ഷ നമ്മൾ അനുഭവിക്കുകയാണ്. നാളുകളായിട്ട് നമ്മളെ പിടികൂടിയിരിക്കുന്ന തിന്മകളുടെ കെട്ടുകൾ, നമ്മുടെ കുടുംബത്തിലെ ഇരുട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റുന്ന സമയമാണ്. പൗലോസും സീലാസും പ്രതികൂല സാഹചര്യത്തിന് നടുവിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവ അനുകൂല സാഹചര്യങ്ങളായിട്ട് മാറിയെങ്കിൽ, ഇതാ നിനക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതിയ മേഖല തുറക്കുകയാണ്. നിന്റെ പ്രതികൂല സാഹചര്യത്തെ നീ ഇതാ അനുകൂല സാഹചര്യമായിട്ട് മാറ്റുന്ന ശുശ്രൂഷയാണ്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിക്കണം. ഒരല്പം ത്യാഗമുണ്ട്, ആ ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. കൈകളൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ കൈകൾക്ക് വേദനയൊക്കെ ഉണ്ടാവും. ആ വേദനയെല്ലാം വലിയ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട് നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടേ. നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തരെയും മനസ്സിൽ കാണുക. ഇപ്പോൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് യേശുവിൻ്റെ മുമ്പിലാണ്. ആ യേശുവിൻ്റെ മുമ്പിലേക്ക് നിന്റെ വീട്ടിലുള്ള സാഹചര്യങ്ങളെ സമർപ്പിക്കുക. നിന്റെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ കുടുംബ പശ്ചാത്തലം മുഴുവൻ ഇതാ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നാളുകളായിട്ടുള്ള ചില തിന്മകൾ നമ്മുടെ കുടുംബത്തെ വല്ലാണ്ട് കെട്ടിയിട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ ആസക്തി ഉണ്ടാവും. തലമുറയായിട്ട് ചില മദ്യപാനത്തിൻ്റെ പീഡകൾ ചില കുടുംബങ്ങളിൽ ഉണ്ടല്ലോ. അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം ആ പീഡ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റാൻ. നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം കാലങ്ങളായിട്ട് നിന്റെ കുടുംബത്തിലുള്ള പാരമ്പര്യ രോഗപീഡകൾക്ക് അറുതി വരാൻ. നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം നിന്റെ കുടുംബത്തിൽ ഒരു പുതിയ അഭിഷേകം തെളിയാൻ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും കുടുംബത്തിൽ വസ്തുഭാഗം വെപ്പിനോട് തുടർന്ന് ഏതെങ്കിലും അസ്വസ്ഥതകളും വഴക്കും തർക്കവും കോടതി കേസും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇതാ കരങ്ങൾ ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, സ്ഥലത്തോട് ബന്ധപ്പെട്ട് ഭാരം, വീട് പണിയാൻ പറ്റുന്നില്ല, ഭാരം, ചിലപ്പോൾ ഒരു വാഹനം വാങ്ങാൻ പറ്റുന്നില്ല, സാമ്പത്തിക മേഖലകൾ തടസ്സം വരുന്നു, മക്കളുടെ വിദ്യാഭ്യാസം തടസ്സം, അവരുടെ വിവാഹ തടസ്സം, കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം, ഇങ്ങനെ തുടങ്ങി ഈ ലോകത്തിന്റെ അനേക ദുഃഖങ്ങളും ഭാരങ്ങളും നമുക്കുണ്ട്. ഈ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ നീ വിശ്വസിക്കുക, ദൈവം അവയെല്ലാം ഒരു രക്ഷയായി ഉയർത്തും. 10 കുഷ്ഠരോഗികൾ ഒരുവൻ തിരിച്ചു വന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ, നന്ദി പറഞ്ഞപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, എൻ്റെ മകനെ, നീ ഇതാ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്റെ ഉള്ളിലുള്ള സമാധാനം കെടുത്താൻ പറ്റത്തില്ല. നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഒരിക്കലും നഷ്ടപ്പെടാത്ത രക്ഷ നിന്റെ ഉള്ളിലുണ്ട്. കരങ്ങൾ ഉയർത്തി വിളിക്കുമ്പോൾ നിന്റെ വീട്ടിലേക്ക് ആ രക്ഷ അനുഭവിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ കുടുംബങ്ങളിലേക്ക് ആ രക്ഷ അനുഭവിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുന്ന സമയം, സ്തുതിക്കുന്ന സമയം, നന്ദി പറയുന്ന സമയം. ഓ ദൈവത്തിന്റെ ആത്മാവ്, ശക്തി, അഭിഷേകം ഈ കൂടാരത്തിൽ വെളിപ്പെടട്ടെ. സ്തുതിക്കുന്ന ദൈവജനം, അഭിഷേകത്തിന്റെ ശക്തി ദൈവമക്കളിൽ വെളിപ്പെടുന്ന സമയം. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പുതിയ അഭിഷേകം. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ദൈവമക്കള് സന്തോഷത്തോടെ കൈയടിച്ചേ. ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഞാനും എൻ്റെ ഈശോയും മാത്രം എന്ന് മനസ്സിൽ കണ്ട് ആ ശരീരം ഈശോയ്ക്ക് കൊടുത്ത് കൈയടിച്ചോ. അടുത്തുള്ളവർ എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചോട്ടെ. എൻ്റെ ഈശോയുടെ മുമ്പിലാണ് ഞാൻ.
ഓ കർത്താവേ, എന്റെ ശരീരം സമർപ്പിച്ച് കയ്യെ കടിച്ച് ദൈവത്തിന് മഹത്വം. ആ കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി ആനന്ദ നൃത്തത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആമേൻ, ആമേൻ. നന്നായിട്ട്. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, ആമേൻ. മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ആമേൻ. നിറയണമേ, നിറയണമേ, നിറയണമേ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ. നിറയണമേ, നിറയണമേ, നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. കൈകൾ ഉയർത്തി, ദൈവത്തിന്റെ കൈകൾ അടിച്ച് ഇറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, ആമേൻ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ. നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, നിറയണമേ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെക്ക്. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ് ആൻഡ് ക്ലോസ് യുവർ ഐസ്. ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ദൈവത്തെ ആരാധിക്കുന്നതിനും നന്ദി പറയുന്നതിനും സ്തുതിക്കുന്നതിനും നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക. ഒരുപക്ഷെ ചില രോഗപീഠകൾ നിന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നുണ്ടല്ലോ. ചില അലർജി രോഗപീഠകൾ, ചില പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ വ്യക്തികളിലുള്ള ചില രോഗപീഠകൾ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടല്ലോ. ഇതാ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവയെ ഒരു ആരാധനയാക്കി മാറ്റുക. ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കരുണയൊഴുകുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും പരിശുദ്ധ അൽത്താരയിൽ നിന്നുള്ള ശക്തിയാണ് ഒഴുകുന്നത്. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിക്കുക. അതിനുശേഷം പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞ് നിന്നേ. മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങളൊന്ന് വലതുകരം വെച്ചൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഈ പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള ശക്തി ഇതാ ഈ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയിലേക്ക് അഭിഷേകമായിട്ട് മാറുകയാണ്. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അവരുടെ തലയിലെ കൈയൊന്ന് വെച്ചൊന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കാരണം ആരാധന സമയത്ത് നീ ഇപ്രകാരം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊരു അഭിഷേകം ആ വ്യക്തിയിലേക്ക് വെളിപ്പെടും. ആ വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ ഉള്ള തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റും. ഈ വ്യക്തി കടന്നു പോകുന്ന മാനസിക ദുഃഖങ്ങളിൽ കർത്താവ് ഇടപെടും. ഈ വ്യക്തിയിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ ഈ ദേശത്ത്, ഈ കുടുംബത്തിൽ കർത്താവ് ചെയ്യും. ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയുടെ ശിരസിലൊന്ന് കരങ്ങളൊന്ന് കമഴ്ത്തി വെച്ച് നിനക്കറിയാവുന്നത് പോലെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി, പുതിയൊരു അഭിഷേകം, പുതിയ ശക്തി ഈ വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തിയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക. അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുക.